കേരളത്തിൻ്റെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഇന്ന് ഇങ്ങനെയുള്ള ബോർഡുകൾ ആയി തുടങ്ങി. ഞാൻ ചങ്ങനാശ്ശേരി മുനിസിപ്പാലിറ്റി ഇതിനെക്കുറിച്ച് അഞ്ചുവിളക്കിൻ്റെ അവിടെ ഇതേപോലെ തന്നെ ഒരു ബോർഡ് വെക്കണം എന്ന് ഞാൻ പറയുകയുണ്ടായി. ചെയർമാൻ്റെ കയ്യിലും വൈസ് ചെയർമാൻ്റെ കയ്യിലും ഇത് ഞാൻ പറഞ്ഞു. അവർ എല്ലാവരോടും പറയുന്ന പല്ലവി അനുസരിച്ച് എന്നോടും പറഞ്ഞിരുന്നു, ചെയ്തു തരാം. അതിന് ശേഷമാണ് 50 ലക്ഷം രൂപ മുടക്കി കോൺഫറൻസ് ഹാളെന്നും പറഞ്ഞുകൊണ്ടൊരു സംവിധാനം അവിടെ അവരിപ്പോൾ ഉണ്ടാക്കിയത്. എന്നാത്തിനാണ്? അവിടെ അല്ലാതെ തന്നെ നിലവിൽ ഒരെണ്ണമുണ്ട്. പിന്നെ ഇതുപോലെ ഒരു ധൂർത്ത് ചങ്ങനാശ്ശേരി മുനിസിപ്പാലിറ്റി കാണിച്ചു വെക്കേണ്ട വല്ല കാര്യമുണ്ടായിരുന്നു? ആ അഞ്ചുവിളക്കിൻ്റെ അവിടെ ഇങ്ങനെ ഒരു ബോർഡ് അവിടെ സ്ഥാപിച്ചാൽ ഇപ്പോൾ തന്നെ അവിടെ ആ പൂക്കളുമൊക്കെ പിടിച്ച് നിൽക്കുന്നതുകൊണ്ട് എത്രയോ പേരാ വന്ന് ഫോട്ടോഷൂട്ട് നടത്തുന്നത്. വിവാഹം കഴിഞ്ഞ് എത്രയോ ആൾക്കാരാണ് അവിടെ വന്ന്, നിങ്ങൾ ഞായറാഴ്ചകളിൽ വരണം അവിടുത്തെ തിരക്ക് കാണണമെങ്കിൽ. അപ്പോൾ ഇങ്ങനൊരു ബോർഡും ഒക്കെ വെച്ച് അതൊന്ന് ലൈറ്റൊക്കെ ഇട്ട് അലങ്കരിച്ച് കഴിഞ്ഞാൽ എന്ത് രസമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള വികസനത്തിനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കോ ഒന്നും നമ്മുടെ മുനിസിപ്പാലിറ്റി മുന്നോട്ട് വരത്തില്ല. അവർക്ക് എവിടെ 10 പൈസ കിട്ടും, ഇത് പറയാതിരിക്കാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള മേഖലകളാണ് ഇവർ നോക്കുന്നത്. ഇപ്പോൾ ഇങ്ങനെ ഒരു ബോർഡ് അഞ്ചുവിളക്കിൻ്റെ അവിടെ വെച്ചാൽ അതിന് എത്ര രൂപ വരും? കൂടി വന്നാൽ ഒരു 10,000 രൂപ, അതിൽ മേളിൽ വരുമോ? അപ്പോൾ ഇതിലൊന്നും അവർക്കൊന്നും കിട്ടത്തില്ലായിരിക്കും. ഇനി ഇത് വേണ്ടെന്നേ. ഇത് കോൺഫറിങ് നടത്താൻ നമ്മുടെ ചങ്ങനാശ്ശേരി മിക്ക ആൾക്കാരും റെഡിയാണ്. അതിനുള്ളൊരു ഓർഡർ മതി. ഇതെന്നാ നിങ്ങൾ ചെയ്തോ, ഞങ്ങൾ അനുവദിച്ചിരിക്കുന്നു. ഇനിയിപ്പോൾ നമ്മൾ പഴയതുപോലെ ഗുണ്ടായുസത്തിനൊന്നുമില്ല. ചങ്ങനാശ്ശേരിയുടെ പാരമ്പര്യം പറയുന്ന ചങ്ങനാശ്ശേരിയിലെ വ്യാപാരികൾ അവർക്കിങ്ങനൊരു ഐഡിയ തോന്നിയിട്ടുണ്ടോ? ഇന്ന് ഞാൻ കേരളത്തിൻ്റെ വടക്കൻ ജില്ലയിൽ എവിടെ വന്നാലും ഇതുപോലെ അവരുടെ നാട്ടുകളിലെല്ലാം അവർ ബോർഡ് ചെയ്തു വെച്ചിട്ടുണ്ട്. എന്നാണ് ഈ ചങ്ങനാശ്ശേരി ഒന്ന് ഉയർച്ചയിലേക്ക് വരുന്നത്? ഇപ്പോൾ തന്നെ കണ്ടില്ലേ, 40 വർഷം ഒരു MLA ഭരണം കഴിഞ്ഞ് ഈ ലോകത്തിൽ നിന്ന് യാത്രയാകുന്നിടം വരെ അദ്ദേഹം ഭരിച്ചു. അത് കഴിഞ്ഞ് അടുത്തൊരാൾ കയറി. ചങ്ങനാശ്ശേരിയിൽ എന്തെങ്കിലും ഒരു ചലനം സൃഷ്ടിക്കാൻ പറ്റുന്നുണ്ടോ? നമുക്ക് റോഡിൽ കൂടെ തന്നെ നേരെ ചൊവ്വനെ നടക്കാൻ പറ്റുന്നുണ്ടോ? എല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് ഇങ്ങനെ കിടക്കുകയാണ്. ഇനി ഈ 5 വർഷം കഴിഞ്ഞ് അടുത്ത 5 വർഷം ചങ്ങനാശ്ശേരിക്ക് ആര് വരും? നിങ്ങൾ പറ. തൻ്റെ ഇടമുള്ള ഒരു MLA-നെ നമുക്ക് ചങ്ങനാശ്ശേരി വേണ്ടേ? വികസന നായകനെ വേണ്ടേ? അതോ ഇലക്ഷൻ വരുമ്പോഴുള്ള ഇവരുടെ വികസനം പറച്ചിലും മതിയോ? എൻ്റെ പൊന്ന് ചങ്ങനാശ്ശേരിക്കാരെ, ഇനിയെങ്കിലും നിങ്ങൾ നോക്കിയും കണ്ടും വേണം വോട്ട് ചെയ്യാൻ. അതിന് കഴിവുള്ളവരെ നിങ്ങൾ തിരഞ്ഞെടുക്കുക.